ചോ എന്താ അത് നമ്മൾ ലാസ്റ്റ് എപ്പോഴാ കണ്ടേന്ന് വല്ല ഓർമ്മയുണ്ടോ? കല്യാണത്തിന്. കറക്റ്റ്, നല്ല നല്ല മെമ്മറിയാണ്. ഈ ഫോട്ടോ. ഓ യു സ്റ്റിൽ ഹാവ് ഇറ്റ്. അത് തന്നെ. എത്ര വർഷമായി? 13 years. നവംബർ 1, 2012 ഈ പ്രത്യേക സാഹചര്യം കല്യാണത്തിന് കണ്ണൂര് വെച്ചിട്ടായിരുന്നു. ഞാൻ എന്നിട്ട് ആലോചിച്ചു, ഈ ഫോട്ടോ ഞാൻ തപ്പിയെടുത്തു ഇതിന് വേണ്ടിയിട്ട്. ഐ മീൻ അതിന് നമ്മൾ സംസാരിക്കാറുണ്ട്, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. അയ്യോ, പക്ഷെ കുട്ടിക്ക് ഒരു വ്യത്യാസമില്ല. ഇന്ന് അതേപോലെ സന്തോഷമായിരിക്കും. പക്ഷെ എന്റെ ആൾക്കാരെ കണ്ടവർ ഈ കുട്ടിക്ക് ഒരു വ്യത്യാസമില്ലല്ലോ എന്ന് പറയും. വെരി നൈസ്. അന്ന് ഒരുപാട് റെഡ് കാർപ്പറ്റും സിനിമാ സെറ്റുകളും ഓഡിയോ ലോഞ്ചും അവാർഡ് നൈറ്റുകളും ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒരു മാജിക് മാതിരി വാനിഷ് ചെയ്തു US-ലേക്ക്. ഇപ്പോ എനിക്ക് തോന്നുന്നത് സ്കൂൾ റൺസ് ഉണ്ടാവും, പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ മീറ്റിങ്ങിന് പോകണം, പല പല സ്വിമ്മിങ്ങിന്, സൈക്ലിംഗ്, ടാൻട്രംസ്. പക്ഷെ ഈ ഒരു ഫേസിൽ ഏറ്റവും അധികം എൻജോയ് ചെയ്തൊരു സർപ്രൈസ്ഡ് ആയിട്ടൊരു ജോയ് എന്താണ്? ഇറ്റ്സ് ഡെഫിനറ്റ്ലി കിഡ്സ് ആൻഡ് മദർഹുഡ്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഹാപ്പിനെസ് ആൻഡ് ആ ഒരു കണ്ടന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അവർ ആ ഇന്നസെന്റ് ആയിട്ട് നമ്മളോട് പറയുന്ന കാര്യങ്ങളും അവരുടെ സ്നേഹവും, അത് നത്തിങ് ക്യാൻ ബീറ്റ് ദാറ്റ്. അത് തന്നെ മദർഹുഡ് ആണ്. 13 കൊല്ലല്ലേ കല്യാണം കഴിഞ്ഞിട്ട് 13 കൊല്ലായി. മൂത്ത മോൻ 2015. രുദ്ര വന്നിട്ട് 2020. സോ ഈ കുമാരന്മാരുടെ കൂടെ നിൽക്കുമ്പോഴേ പെട്ടെന്ന് എനിക്ക് ഒരു സംവൃത ദ ആക്ടറിൽ നിന്നും ഈ ഒരു കല്യാണത്തിന് ശേഷം പെട്ടെന്ന് സംവൃത പേഴ്സണിലേക്ക് മാറിയിട്ടുണ്ടാവും. ആ ഒരു അതായത് നമ്മൾ പെട്ടെന്ന് തിരക്കുള്ള ജീവിതത്തിന് വേറൊരു തിരക്കുപിടിച്ച ജീവിതത്തിലേക്ക് പോകണം. എന്നാൽ പോലും ആ ഫീലിംഗ് എങ്ങനെയായിരുന്നു ടു ഗെറ്റ് ഇൻ ടു ന്യൂ ഫേസ്? ആക്ച്വലി ഞാൻ ആ ഒരു ലാസ്റ്റ് സിനിമയൊക്കെ 2012 അയാളും ഞാനും തമ്മിലാണ് ലാസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഞാനിങ്ങനെ ഒരു ബ്രേക്കിന് വേണ്ടി ഐ വാസ് ലൈക്ക് ക്രേവിങ്, ഒരു കുറച്ച് നാൾ ഫ്രീ ആയിട്ട് ഇരിക്കണം. ബാക്ക് ടു ബാക്ക് ഷൂട്ട്, ഒരേ വർഷം കുറേ സിനിമകൾ ചെയ്തു. അപ്പോൾ ആ ഒരു ഹെക്ടിക് ലൈഫിൽ നിന്ന് എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് തോന്നുന്നൊരു സമയത്തായിരുന്നു കല്യാണം. അപ്പം ഞാൻ മനഃപൂർവ്വം എടുത്തൊരു ബ്രേക്കായിരുന്നു എനിക്ക്. ലൈക്ക് കാരണം കല്യാണം കഴിച്ച് പോകുന്നത് US-ലേക്കായിരുന്നു. കാരണം അവിടെ ആർക്കും എന്നെ അറിയില്ല. എനിക്ക് അതുവരെ എൻ്റെ ലൈഫിൽ ഉണ്ടാവാതെ ഇരുന്ന ഒരു പ്രൈവറ്റ് ലൈഫ് എനിക്ക് അവിടെ പോയപ്പോഴാണ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചുമ്മാ ഇങ്ങനെ നടക്കുക, ഷോപ്പിങ്ങിന് പോവുക, ഗ്രോസറി ഷോപ്പ് ചെയ്യുക, കുക്കിംഗ് പരീക്ഷിക്കുക, ഇങ്ങനെ പറഞ്ഞിട്ട് ലൈക്ക് ലൈഫിൽ അങ്ങനെ ഒരു മോഡിലേക്ക് ഞാൻ ഈസിലി ആണ് മാറിയത്. ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൽട്ട് അറ്റ് ഓൾ. ഒരു ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് വെന്റ് ബൈ വെരി ഈസിലി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അഗസ്ത്യ ഉണ്ടായി. പിന്നെ ഐ വാസ് ലൈക്ക് റിയലി ബിസി. അതെല്ലാം കഴിഞ്ഞ് അഗസ്ത്യം കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക്, അപ്പോഴാണ് എനിക്ക് ഓക്കെ നൗ ഐ ഹവ് എക്സ്പീരിയൻസ്ഡ് എ ലോട്ട് ഓഫ് ദാറ്റ്. ഇനി എനിക്കൊരു കം ബാക്ക് വേണം, എനിക്കൊരു സിനിമ മേ ബി ഐ ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് തോന്നിയത് അപ്പോഴാണ്. അങ്ങനെ ഞാൻ ഒരു കം ബാക്ക് ചെയ്തു. അപ്പൊ ചെയ്ത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, സത്യം. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ തൃശ്ശൂർ കൂടെ പോകുമ്പോൾ ഈ പോസ്റ്റർ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുന്നു തന്റെ ഫേസ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ടെക്സ്റ്റ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ ഒരു സിനിമയിലേക്ക് തിരിച്ചു പോകുന്നത് ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു ആർ എൻജോയിങ് ദി ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. അമ്മ, ഫാമിലി, അത്യാവശ്യം വരുമ്പോൾ മാത്രം അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തിട്ട് പോകാന്നുള്ളത്. എപ്പോഴെങ്കിലും സിനിമാ ജീവിതം പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഒരു അവനോനെ പറ്റി ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നോ? when you started another life? ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണെന്നറിയോ, നമ്മൾ സിനിമ ഞാൻ ചെയ്തിരുന്ന സമയത്ത് ഞാൻ എൻ്റെ വളരെ യങ് ഏജിൽ സിനിമയിൽ വന്ന ഒരാളാണ്. ലൈക്ക് ഐ വാസ് ജസ്റ്റ് 17 അല്ല, ഐ വാസ് 17. റസികൻ ചെയ്യുമ്പോൾ ഐ വാസ് 17. 18th ബർത്ത്ഡേ വാസ് റസികിൻ്റെ സെറ്റിൽ. സോ അത്രയും യങ് ആയിരുന്നപ്പോൾ വന്നത് കാരണം ഞാനൊരു വളരെ പ്രൊട്ടക്റ്റീവ് ഹൗസ് ഹോൾഡിൽ നിന്ന് വന്നതാണ്. ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ പോയിട്ട് പരിചയമില്ല. ലൈക്ക് ഈവൺ ആഫ്റ്റർ ഗെറ്റിംഗ് ഇൻ ടു മൂവീസ് ഞാൻ വളരെ ഒരു പ്രൊട്ടക്റ്റഡ് എൻവയൺമെൻറ്റിലാണ് എന്നും ജീവിച്ചിരുന്നത്. സത്യം പറഞ്ഞ് വിശ്വസിക്കുമ്പോഴേക്ക് വന്നപ്പോൾ ആ ഒരു ഹൗസ് ഹോൾഡ്, ഒരു മദർ, അവരുടെ പ്രോബ്ലംസ് അതൊക്കെ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റി. ഐ കുഡ് ഇമോട്ട് ഇറ്റ് മച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അതായത് പ്രായം കൊണ്ട് മെച്ചൂർഡ്. അതെ, പ്രായം കൊണ്ട് മെച്ചൂർഡ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള പോലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഐ തിങ്ക് ലൈഫിൽ നിന്ന് കുറേ I've learned and I believe like അത് ഇനി എനിക്ക് സിനിമയിൽ മേ ബി എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ മേ ബി ഐ can use it. But are you open?
ഡെഫിനറ്റ്ലി ഐ എം സ്റ്റിൽ ലിസണിങ് ടു സ്ക്രിപ്റ്റ്സ്. വെരി എനിക്ക് ചെയ്യണമെന്ന് താല്പര്യം തോന്നുന്ന ഒരു പ്രോജക്റ്റ് ഒന്നും ഡെഫിനറ്റ്ലി ചെയ്യും. സിനിമയിൽ നിന്ന് വിടുമ്പോഴേ ഒരുപാട് സിനിമയിലേക്ക് കുറെ ആക്ടേഴ്സ് വരുന്ന സമയമായിരുന്നു അല്ലെ? നിങ്ങളൊരു ഗാങ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പുതിയ സെറ്റ് ഓഫ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും കംപ്ലീറ്റ്ലി. അപ്പൊ ആ സമയത്ത് അത് ചെയ്തപ്പോ ഐ തിങ്ക് ഫോർ യു വാസ് ഇറ്റ് ഒരു കുറച്ച് സമയത്തേക്ക് ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞല്ലോ, അതായിരുന്നോ? അതോ പിന്നെ വെൻ ഇറ്റ് വെന്റ് ഓൺ? കാരണം അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്ന് ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ അഗസ്ത്യ ഇസ് അറൌണ്ട്, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ ഹൗ ഡിഡ് യു ഹാൻഡിൽ ദിസ്? ഈ ഒരു ഫോമോ ഉണ്ടല്ലോ. ഉണ്ടായിരുന്നു. ആ സിനിമയൊക്കെ കമ്മിറ്റ് ചെയ്തിട്ട് ആ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഫോമോ ഉണ്ടായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ എല്ലാം അറിയുന്നുണ്ട്. ഞാൻ ഐ യൂസ് ടു വാച്ച് മൂവീസ്. നമ്മള് എല്ലാം അപ് ടു ഡേറ്റ് ആണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെല്ലാം കാണുന്നുണ്ട്. സോ എല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഈവൺ ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോഴും ഒരുപാട് അങ്ങനെ മിസ് ചെയ്ത പോലെ തോന്നിയിട്ടില്ല. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഓൾ ദ സെയിം. ഈവൻ ദോ മേക്കിംഗ് സ്റ്റൈൽ ആൻഡ് എവറിത്തിങ് ഇസ് ഡിഫറെന്റ് ആണെങ്കിലും ആ ആർട്ട് ഫോം എന്ന് പറയുന്നത് ഇറ്റ്സ് ദ സെയിം. അപ്പം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് ഓഫ് എ ഫോമോ. ഇപ്പം ഇരുന്ന് ആലോചിക്കുമ്പോൾ മേ ബി ഇപ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നും ഇനി ഒരു കം ബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുമോ, മേ ബി ക്യാൻ ഐ ഡു ഇറ്റ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ലൈക്ക് നമ്മളിങ്ങനെ മാറി നിൽക്കുമ്പോൾ വി ലൂസ് ആ കോൺഫിഡൻസ്. അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ദാറ്റ് ബ്രിങ്സ് ഇൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അഖിൽ ലൈഫിലേക്ക് വന്നപ്പോഴേ ഇൻഡസ്ട്രിയിലുള്ള ആളല്ല. അപ്പോൾ മേ ബി അഖിൽ സഹായിച്ചിട്ടുണ്ടാവും ടു മേക്ക് യു ഫീൽ ഗ്രൗണ്ടഡ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വാല്യൂസ് ആയിരുന്നു ദാറ്റ് ഹി ഗേവ് യു ആൻഡ് ഓൾസോ മേഡ് യു ഓക്കെ ഫൈൻ ഐ മീൻ എ ഹാപ്പി സ്പേസ് എന്ന് മനസ്സിലാക്കാൻ? യെസ്, അക്കി ലൈഫിൽ വന്നതോട് കൂടിയിട്ട് ലൈക്ക് ഐ ബിക്കം മോ കാമർ. ആക്കി ഭയങ്കര ഈസി ഗോ ലക്കി പേഴ്സൺ ആണ്. എല്ലാ സിറ്റുവേഷൻസും വളരെ കാമായിട്ട് എടുക്കുന്ന ഒരാളാണ്. കാപ്രിക്കോൺ ആണോ? അല്ല, സാജിറ്റേറിയസ്. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ സ്ട്രെസ് വരുന്ന ഒരു കാര്യത്തിനും ഹി ഈസ് ഓൾവേസ് കാം. അത് ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ലൈക്ക് ഞാൻ പെട്ടെന്ന് ടെൻസ്ഡ് ആവും, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് വർക്ക്ടപ്പ് ആവുന്നൊരു മെൻറ്റാലിറ്റി ഉള്ള എൻ്റെ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു. അത് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ അക്കി വന്നതോട് കൂടിയിട്ട് ഞാൻ കുറച്ചും കൂടെ കാമറായി. ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയും പോവാണ്, എയർപോർട്ടിൽ പോവാണ്, ഓക്കെ ടൈമിന് എത്തിയില്ല, ഫ്ലൈറ്റ് മിസ്സാവുകയാണെങ്കിൽ മിസ്സാവട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാൻ ബാക്കി കാര്യം എന്ന് തിങ്ക് ചെയ്യാൻ എനിക്കിപ്പോൾ പറ്റും. അതെനിക്ക് പണ്ട് പറ്റില്ലായിരുന്നു. അത് അക്കി വന്നതിന് ശേഷം വന്നിട്ടുള്ളൊരു ചേഞ്ചാണ്. ലൈക്ക് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ തിരക്കിട്ടിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ലൈക്ക് ടേക്ക് യുവർ ടൈം, ആ സമയം പതുക്കെ എടുത്ത് ചെയ്താൽ മതി എന്നൊക്കെ ഉള്ളൊരു ലൈക്ക് ഹീസ് ഇൻഫ്ലുവൻസ്ഡ് മീ ഇൻ സോ മെനി വേസ്. ആൻഡ് ഐ എം റിയലി ഹാപ്പി ആൻഡ് ഗ്ലാഡ് ദാറ്റ് ഐ ഹാവ് സമ്മൺ ലൈക്ക് ഹിം. അതാണ് മാരേജ് എന്ന് പറഞ്ഞാലേ ശരിക്കും റൈറ്റ് പേഴ്സണെ കിട്ടുക എന്നുള്ള ഒരു കാര്യം. അതിൽ കൂടുതലായിട്ട് റൈറ്റ് പാർട്ട്ണറിനെ കിട്ടുക എന്നുള്ളത്. കാരണം ഒരു ചിരിക്കാൻ, ഒരു ജോക്ക് ഷെയർ ചെയ്യാൻ, ഒന്ന് തമ്മിൽ തല്ലാൻ, അതല്ലെങ്കിൽ ഒരു എക്സാക്ട്ലി ഒരു ലിറ്റിൽ ഒരു എവറി ഡേ ഒരു ലിറ്റിൽ മാജിക്. യെസ്, ഒരു ഫ്രണ്ടാണ്. ലൈക്ക് ബേസിക്കലി വി ആർ ഡൂയിങ് ദിസ് ടുഗെദർ. നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. കുട്ടികൾ വരുമ്പോൾ അവരുടെ കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ലൈക്ക് നമ്മൾ ഇതൊരു ജേർണി ആണല്ലോ. അപ്പം നമ്മൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. താങ്കൾ വന്ന ശേഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എന്തെങ്കിലും സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ഞാൻ സ്വഭാവം ഉദ്ദേശിക്കുന്നത് വാട്ട് ഹി ഹാസ് ഒരു ചേഞ്ച് കണ്ടിട്ടുണ്ടോ? അത് പുള്ളിനോടൊന്ന് ചോദിക്കേണ്ടി വരും. പക്ഷേ മേ ബി ലൈക്ക് ഹിസ് മുമ്പ് ടിപ്പിക്കൽ ബാച്ചിലർ ലൈഫ് ലീഡ് ചെയ്തിരുന്ന ഒരാളാണ്. ഞാൻ ലൈഫിൽ വന്നതിന് ശേഷം കുറച്ചും കൂടെ ഒരു അച്ചടക്കം വന്നു. അത് മൂപ്പരോട് തന്നെ ചോദിക്കണം. എപ്പോഴും കാണുമ്പോൾ അഖിൽ ഞാൻ ചോദിക്കും. ഇത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാമിലി കെട്ടി വരുന്നു, ഭാസ്കർ മാസ്റ്റർ ഫാമിലിയിൽ. അപ്പോൾ ആരോ ചോദിച്ചു അജിത് രേഖ, അപ്പോൾ സം ജോഡി സംതിങ് വാസ് ഹാപ്പനിങ്, സം കോntest ഹു ഇസ് ദ ബെസ്റ്റ് കപ്പിൾ ടൈപ്സ്. അപ്പോൾ എന്നോട് ചോദിച്ചു അജിത്തിന് ആദ്യമായിട്ട് രേഖ കൊടുത്ത സമ്മാനം എന്താന്ന് വെച്ചപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഐ ബോട്ട് ഹിം വെരി നൈസ് വൺ. അന്നത്തെ ഈ എന്താ പറയുക, ഈ പോണ്ടിച്ചേരിയിൽ പോയിട്ട് ഓർവിൽ മേടിച്ച് നല്ലൊരു വാലറ്റാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ അജിത്തിനോട് ചോദിച്ചു, അജിത്തിന്റെ അമ്മാവൻ, അപ്പൊ രേഖ എന്താ ആദ്യം സമ്മാനം തന്നെ ചോദിച്ചപ്പോൾ കൃത്യമായി ഉത്തരം വന്നു, അല്ല ഹെഡേക്ക്. ഓ മൈ ഗോഡ്. അപ്പൊ അതിലപ്പുറം ഒന്നുമില്ലല്ലോ. അത് എൻ്റെ ഭർത്താവ് പറയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് അഗൈൻ അത് ആക്കി പറയേണ്ട ആൻസറാണ്. പക്ഷെ ഐ തിങ്ക്
അതെ brought a better person in him out. പക്ഷെ ഈ അമ്മയാകുമ്പോഴേ കംപ്ലീറ്റ്ലി താങ്കളുടെ സമയം, ലവ്, ആംബിഷൻ ഇതിനൊക്കെ കുറെ മാറ്റം വരും. ബിക്കോസ് അല്ലേ, അത് പ്രയോറിറ്റീസ് മാറും. സോ ഹൗ ഡസ് ഈ കുട്ടികൾ വന്ന ശേഷമുള്ള ചേഞ്ചില് വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് ഫെൽറ്റ് മോർ അബൌട്ട് യുവർ സെൽഫ്? പേഷ്യൻസ് ഓഫ് കോഴ്സ്. യെസ്, പേഷ്യൻസ് ഡെഫിനറ്റ്ലി ദെയർ. പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടികൾ വന്നപ്പോൾ ലൈക്ക് ഞാൻ കുറേയൊക്കെ അമ്മ പണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോഴും ചെയ്തു തരുന്നപ്പോഴൊക്കെ ഞാൻ അമ്മ എന്തിനാ അങ്ങനെ ആലോചിക്കണേ, ലൈക്ക് വൈ കാണ്ട് യു ഡു ഇറ്റ് ദിസ് വേ എന്ന് ചോദിച്ചിരുന്ന പല കാര്യങ്ങളും നൗ ഐ അണ്ടർസ്റ്റാൻഡ് വൈ മനസ്സിലാവും. ആ സാധനം എനിക്കിപ്പോൾ മനസ്സിലായി. അതെനിക്കിപ്പോൾ മനസ്സിലായി. പക്ഷെ ഞാൻ വിചാരിക്കണു ലൈക്ക് കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികളുടെ ഇപ്പം അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൈക്ക് സ്കൂളിലുണ്ടാകുന്ന സില്ലി തിങ്സ്, അതിനൊക്കെ അമ്മ പണ്ട് ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ ലൈക്ക് അത് അമ്മ എന്തിനാണ് ടെൻഷൻ അടിക്കണേ, അതങ്ങനെ. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയാണ്. ലൈക്ക് അവരുടെ മൈൻഡ് സെറ്റ് അവർ ഓക്കെ ആണോ, അവരുടെ ലൈക്ക് I want them to grow up to be good human beings. അപ്പോൾ അവർ അതിനിപ്പോഴേ അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും I sit and listen to what they have to say. അവർക്കറിയോ അമ്മ ആക്ട്രസ് ആണെന്നും ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള അമ്മയാണെന്നും? അങ്ങനെയൊന്നുമില്ല, അവരെന്റെ സിനിമകളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അവർക്ക് അറിയാം. ബിക്കോസ് നാട്ടിൽ വരുമ്പോൾ ദേ ഓൾവേസ് ഈ എയർപോർട്ടിൽ നിന്നൊക്കെയാണ് യൂഷ്വലി ആൾക്കാർ വന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു പിക്ചർ എടുക്കുക. അപ്പോഴാണ് അഗസ്ത്യക്ക് കുറച്ചുകൂടെ അറിയാം. രുദ്രയ്ക്ക് എന്താ ഈ നടക്കണേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് അവർ എൻ്റെ മല്ലു സിംഗിലെ പാട്ടൊക്കെ ഇട്ട് കണ്ടത്. സോ നൗ ലൈക്ക് ഹി നോസ്. അവർക്ക് പക്ഷെ അതിൻ്റെ ഒരു റിയാലിറ്റി എന്താന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷെ അതേനോ, കാരണം തന്നെ മറക്കില്ല ആൾക്കാർ. അത് താനിപ്പോ നേരത്തെ വന്ന് ചേച്ചി എപ്പോ വരാമെന്ന് ഓടിപ്പോയല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞു മാണിക്കക്കല്ലിൽ ഓടിപ്പോയി അതേ ഓട്ടോ. ഇപ്പൊ ഒരു മലയാള സിനിമയിൽ ഒരു ഫ്രെയിം കഥ ഞാൻ പറയില്ലേ, ഒരു ഫ്രെയിമിന്റെ ഭാഗമാവണമെങ്കിൽ ആ ഫ്രെയിമിൽ എന്തൊക്കെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹമുണ്ട്? മലയാള സിനിമയിലെ ഒരു ഫ്രെയിം എന്ന് പറയുമ്പോൾ അത് ആരുടെ ഫ്രെയിം ആണെന്നുള്ളതാണ് മാറ്റർ. ബിക്കോസ് ഫ്രെയിമിനകത്ത് ആരാണെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ. It's up to the person who is going to set the frame. I always believe like ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. ഒരു ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരുപാട് ഞാൻ വർക്ക് ചെയ്യാത്ത പുതിയ ആളുകളുണ്ട് ഇന്ന് മലയാള സിനിമയിൽ. അപ്പം അവർ ആരുടെ ക്യാമറയിലല്ല ആരുടെ ഫ്രെയിമിൽ ഇരിക്കുന്നു എന്നുള്ളതേ മാറ്റർ ചെയ്യും. വെരി ഗുഡ് ആൻസർ, വെരി നൈസ്. അപ്പോൾ ഈ വെൻ യു സീ ദിസ്, ഇപ്പം ഞാൻ പറയുമ്പോൾ താങ്കൾ കുറേ അപ്ഡേറ്റ് ആയി എന്ന് പറഞ്ഞു ഞാൻ പറയണം. കാരണം അന്നത്തെ ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സിന് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ആൻഡ് വെൻ യു സീ ഒ ടി ടിയിൽ കാണുമ്പോഴും അതല്ലെങ്കിൽ നാട്ടിൽ വന്നു പിന്നെ പല ഫ്രണ്ട്സും സംസാരിക്കുന്നുണ്ടാവും, സ്റ്റാർക്ക് ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ അഭിനയിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഓർ ഈവൻ ദ പ്രോസസ്? യെസ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അല്ലേ. ഞാൻ ചെയ്തിരുന്ന ആ ഒരു ലൈക്ക് ഏർലി 2000 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സിനിമകൾ 8 വർഷം ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്തിരുന്ന പോലെ പാട്ടും ഡാൻസും കോമഡിയും ഒക്കെ ലൈക്ക് ഒരു മൂവി എന്ന് പറയുമ്പോൾ അതൊക്കെ പാട്ടായിരുന്നു. ഇന്നതൊന്നും വേണ്ട. ഒരു നല്ല സിനിമ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലാസ്റ്റ് ഇതൊന്നും ഇല്ലാതെ ഒരു നല്ല സിനിമ ഉണ്ടാകുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ന്യൂ ഒരു സംഭവമാണ്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ലൈക്ക് ഒരു ചെറിയ ഒരു ത്രെഡ് എടുത്തിട്ട് വെൻ ദേ മേക്ക് ലൈക്ക് ഒരു നല്ലൊരു മൂവി ഔട്ട് ഓഫ് ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് ഇങ്ങനെയും പോസിബിൾ ആണെന്ന് അന്ന് ചിന്തിച്ചിരുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് റിയലി ന്യൂ. നേരത്തെ എപ്പോഴും ഫുഡിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ ചോദിക്കട്ടെ, എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള സംഭവമാണതേ. അപ്പൊ അവനവൻ ഇവിടുന്ന് എന്താ പറയാ സെറ്റിൽ ഭക്ഷണം കഴിച്ച എല്ലാവരും ഇങ്ങനെ ആരെവിടെ ഭക്ഷണം വരുന്ന ഒരാൾക്ക് അവിടെ തേൽ തന്നെ ഇന്ന് എന്തുണ്ടാക്കണം എന്നൊരു ഫീലിംഗിൽ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് മെന്റ് ഫോർ എവരിബഡി. അതിപ്പോ നമ്മളൊരു കോളേജിൽ പഠിക്കാൻ പോവാണ്, വേറൊരു രാജ്യത്ത് പഠിക്കാൻ പോവാണെങ്കിലും യു ഹാവ് ടു ഡു ദ സെയിം തിങ്. അതുപോലെ തന്നെ ആയിരുന്നു ഞാനും. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കൈമുട്ടിയാലൊന്നും ആരും വരാനില്ല. നമ്മൾ ഫ്രം സ്ക്രാച്ച് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ്. അവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് റെസിപ്പീസും അമ്മേൻ്റെ കുറച്ച് റെസിപ്പീസൊക്കെ ആയിട്ട് പോയത്. അവിടെ ചെന്നിട്ട് ഐ ടു ഡു എവറിത്തിങ് ഫ്രം സ്ക്രാച്ച്. പക്ഷേ ഐ എൻജോയ് ഇറ്റ്. ഐ ലവ് കുക്കിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ചെറുതായിട്ട് ഓരോന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നൗ ഐ റിയലി ലവ്. കണ്ണൂർ ഭാഗത്താണ് ഞാൻ ചോദിക്കുകയാണ്, ഈ ആലപ്പുഴ ഭാഗത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? വന്നിട്ടുണ്ടാവും. യെസ്. ഓക്കെ. പക്ഷെ കുട്ടനാടൻ ഭാഗത്തുള്ള ഫുഡൊക്കെ കുട്ടനാടിൽ ഇല്ല, അങ്ങനെ അധികം കഴിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ എന്തായാലും
ഇങ്ങനെ വിളിച്ചാൽ കുറച്ചൊരു ഭക്ഷണം വരും. Really? ഐ എം ഇൻ ക്രൗൺ പ്ലാസ Okay. ആൻഡ് ഇവിടെ മൊസൈക് എന്നുള്ള റെസ്റ്റോറൻറ്റിൽ കുട്ടനാടൻ എന്താ പറയുക ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. എവറി വീക്കെൻഡ് ആണത്. Okay. ഇത് താൻ വരുന്നതുകൊണ്ട് റെഡി ടു സെർവ് വെരി നൈസ് കുട്ടനാടൻ ഫുഡ്. അവർ എനിക്ക് നമുക്ക് വേണ്ടി കുട്ടനാടൻ ഫുഡ് റെഡിയാക്കി വെയിറ്റ് ചെയ്യണം. വിളിക്കട്ടെ? Yes, definitely. ഓ കാച്ചില് കപ്പ ചേമ്പ്. യെസ് യെസ്. പിന്നെ ഇത് എന്ത് മീനാ? അത് വറ്റയാണ്. വറ്റ പുഴമീന, കൂർക്ക മെഴുക്ക് വരട്ടി, ചെമ്മീൻ കൊടമ്പുളി ഇട്ട പീര. ഓക്കെ, താങ്ക് യു റെജിമോൻ, താങ്ക് യു സോ മച്ച്. ഇതൊരു സർപ്രൈസ് ആണ് ഞങ്ങൾക്ക്. ഇത്രയും ഭക്ഷണം ഞാൻ വിചാരിച്ചു കുറച്ച് ഭക്ഷണം ഇത്രയും വരുന്നത് വിചാരിച്ചു. ഇത്രയും വെറൈറ്റിയിൽ. താങ്ക് യു സോ മച്ച്. റിയലി ഈഗർലി വെയിറ്റിംഗ് ടു ട്രൈ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അല്ല ഓണമല്ല, ഓണാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴുണ്ടല്ലോ അതെ, ഭക്ഷണം കണ്ടപ്പോ അങ്ങനെ മിണ്ടാണ്ടായി രണ്ടാളും. ഇനി വർത്താനം കഴിഞ്ഞിട്ട് ആവാം. അതെ അതെ, ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു. എന്തൊക്കെ ഉണ്ടാക്കുക കുട്ടി അമേരിക്കയില്? ഇന്ത്യൻ സ്റ്റോറിൽ വി ഗെറ്റ് എവറിത്തിങ്. നല്ല ഫ്രോസൺ കപ്പ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് കപ്പ, പാൽക്കപ്പ ഒക്കെ ഉണ്ടാക്കാം. ലൈക് സൗത്ത് ഇന്ത്യ നമ്മളെ കേരള ഭക്ഷണം ഉണ്ടാക്കും, കോണ്ടിനെന്റൽ ഉണ്ടാക്കും, എല്ലാം. ദൈവമേ, ഇതൊക്കെ എല്ലാം ഞാൻ പോയി ചെയ്ത് പഠിച്ചു. അതെ. മക്കൾക്ക് എന്താ ഇഷ്ടം? അമ്മയുടെ ഫേവറേറ്റ്? അവർക്ക് കൂടുതലും നമ്മുടെ നാടൻ ഭക്ഷണം ഇഷ്ടം. അപ്പൊ എന്തൊക്കെ ഉണ്ടാക്കും? ചോറും മീൻകറിയൊക്കെ തന്നെയാണ് രണ്ടാൾക്കും ഇഷ്ടം. ഇങ്ങനെ വറുത്ത മീനും ചിക്കനും മട്ടനും അങ്ങനത്തെ ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം. നാട്ടിൽ നമ്മുടെ നാടൻ രീതികളിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ അല്ലാത്തതും ഉണ്ടാക്കുകയും പുറത്തു പോയാലും കഴിക്കും അങ്ങനെ. പക്ഷെ അവരങ്ങനെ ഒരു ഫസി ഈറ്റേഴ്സ് അല്ല, രണ്ടുപേരും എല്ലാം ഭാഗ്യം. അതെ. പക്ഷെ എപ്പോഴും താങ്കളുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് ഉണ്ടോ? അതായത് എപ്പോഴും കണ്ണൂരിരിക്കുമ്പോൾ അമ്മയുടെ ഒരു പാചകത്തിന്റെ അല്ലെങ്കിൽ വീട്ടിലൊരു രുചിയോ മണോ ഉണ്ടാവും. അത് എപ്പോഴും കൊണ്ടുനടക്കുന്ന ഏതാ? ബിരിയാണി. നമ്മള് മലബാർ ബിരിയാണി. അത് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ അമ്മയുടെ അടുത്ത് നിന്ന് റെസിപ്പിയൊക്കെ പഠിച്ചിട്ട് പോയതാണ്. ആദ്യമൊന്നും ഉണ്ടാക്കിയപ്പോൾ അതുപോലൊന്നും ആയില്ല. പക്ഷെ അത് ഉണ്ടാക്കി വന്നപ്പോ ഇപ്പൊ ഐ ക്യാൻ മേക്ക് ഇറ്റ് എനി ടൈം എനി ഡേ. ഒരു ബുദ്ധിമുട്ടില്ല. സാധാരണ ഒരു അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു ആൾക്ക് ഈ ഇവിടെ ജീവിക്കുന്ന ഞാൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ചിലപ്പോൾ കഷ്ണം നോക്കുന്ന ഒരാളുണ്ടാവും, പാത്രം കഴിക്കുന്ന ഒരാളുണ്ടാവും. എന്റെ അനിയത്തി കുട്ടി ഞാൻ ഇങ്ങനെ அவள் விളിക്കുമ്പോഴായിരിക്കും എൻ്റെ ലേഡി വരുന്നത്. അപ്പോൾ எனக்கு கோகிலா நீங்கள் வந்து கொஞ்சம் ரவா உப்புமாவு பண்ணு, அது கூட എന്താ പറയുക ടൊമാറ്റോ ചട്നി பண்ணுന്നത് വേണ്ടെന്ന് പറയുള്ളൂ. സത്യം. ഞാൻ ആക്ച്വലി ലാസ്റ്റ് ടൈം ഒക്കെ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് അവർക്ക് എല്ലാവർക്കും മീരൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അവർ ഫോണിൽ വിളിച്ചിട്ട് ഓക്കെ നാളെ ലഞ്ചിൽ അപ്പം നീ ഇത് ഉണ്ടാക്കിക്കോ, അത് കൊടുത്തു വിടാം. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ എനിക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല. ബിക്കോസ് അവിടെ നമ്മൾ തലേന്ന് രാത്രി കിടക്കുമ്പോൾ ആലോചിക്കണം നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും, ലഞ്ചിന് എന്തുണ്ടാക്കും, ഇങ്ങനെ. ബിക്കോസ് വി ഹാവ് ടു പ്ലാൻ അഹെഡ്. അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. കാരണം രാവിലെ സ്കൂളിൽ പോകണം, ലഞ്ച് കൊടുത്തു വിടണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഈശ്വര. അപ്പോൾ ഒരാളും ഹെൽപ്പിനില്ല, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. പക്ഷെ ആ ഒരു ട്രാക്കിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ ചെയ്തു പോവാം. പക്ഷെ അത് പരിചയമില്ലാത്ത ഒരാൾക്ക് അത് പെട്ടെന്ന് ലൈക്ക് ഇവിടുന്ന് അങ്ങനെ യൂസ്ഡ് ആയിട്ട് പോയിട്ട് അവിടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് ബിറ്റ് ഡിഫിക്കൽട്ടിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇരിക്കുമ്പോഴേ അങ്ങനെ ഒരു ഭയങ്കര ഫുഡി ആയിരുന്നോ? അല്ലല്ലോ, ഒട്ടും ഭക്ഷണം കഴിയും. അല്ലെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് അവനവൻ്റെ മേത്ത് പിടിച്ചിട്ടില്ല എന്തായാലും. സത്യമാണ്. ഭാഗ്യത് ഫുഡിയല്ല, പക്ഷെ ഞാൻ കഴിക്കും. ഞാൻ അങ്ങനെ ഡയറ്റ് ചെയ്ത് ഭക്ഷണം പട്ടിണി കിടക്കുന്ന ഒരാളല്ല. ഐ ഈറ്റ് എവറിത്തിങ്. എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കും. പക്ഷെ മധുരം അധികം കഴിക്കില്ല. മധുരത്തിനോട് വലിയ താല്പര്യമില്ല. ഐ ബേക്ക്. ഞാൻ ഇങ്ങനെ കുക്കീസും കേക്കൊക്കെ ഉണ്ടാക്കും പിള്ളേർക്ക് വേണ്ടി. ഞാൻ പലപ്പോഴും കഴിക്കില്ല. എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ ലൈഫിൽ ഷുഗർ വളരെ കുറവാണ്. അത് പക്ഷെ ഏറ്റവും അധികം ഫുഡി ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു ഇൻഡസ്ട്രിയിൽ താങ്കൾക്ക് ഉണ്ടായിരുന്നത്? ഒരുപാട് ഭക്ഷണം കഴിക്കാൻ വിളിച്ചോണ്ടിരിക്കുന്നത് മണിമല രാജേട്ടൻ. ഞാൻ ഈ അടുത്ത ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഇടയ്ക്കും കൂടെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഐ വാസ് ടെല്ലിങ് ദം ലൈക്ക് രാജേട്ടനെ പോലെ ഫുഡിനോട് ഇഷ്ടം കാണിച്ചിട്ടുള്ള ലൈക്ക് കഴിക്കാനും ഇഷ്ടമാണ് ആൾക്കാരെ, കഴിപ്പിക്കാനും ഇഷ്ടമാണ്. ഞങ്ങൾ പട്ടായയിലൊക്കെ മറ്റേ ഹാപ്പി ഹസ്ബൻഡ്സിന്റെ ഷൂട്ടിനൊക്കെ പോയ സമയത്ത് ഇങ്ങനെ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ട് ഇവിടെ നല്ല ഭക്ഷണം കിട്ടും, ഇവിടെ ഇങ്ങനെ നമുക്ക് ഇത് കഴിക്കണം അങ്ങനെ പ്ലാൻ ചെയ്ത്. ഈവൻ ലൈക്ക് അമ്മ ജനറൽ ബോഡി അല്ല, നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗൊക്കെ ഉണ്ടാവും. ഞാൻ ആ സമയത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പോഴൊക്കെ പോകുമ്പോൾ ആളുടെ റെസ്പോൺസിബിലിറ്റി അന്നത്തെ ഫുഡാണ്. അപ്പോൾ പോകുമ്പോഴേ പറയും ഞാൻ ഇന്നൊരു സ്പെഷ്യൽ സാധനം റെഡിയാക്കിയിട്ടുണ്ട്, നമുക്ക് കഴിക്കണം. അങ്ങനെ ലൈക്ക് അത്ര ഫുഡിയായിട്ട്. പിന്നെ ലാലേട്ടനൊക്കെ അഫ്കോഴ്സ് ഭയങ്കര ഫുഡിയായിട്ടുള്ള. അതെ, ഇപ്പോഴും ആ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഫ്രണ്ട്സ് ആരൊക്കെ ഇൻഡസ്ട്രിയിൽ?
കുറച്ച് പേരുണ്ട്. പക്ഷെ എല്ലാരും പണ്ടത്തെ പോലെ എല്ലാവർക്കും അവരവരുടെ ലൈഫും തിരക്കുകളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് എവറി ടൈം ഞാൻ നാട്ടിൽ വരുമ്പോ കുറച്ച് പേരെങ്കിലും കാണും. ആരൊക്കെ? ഇപ്പം ജയേട്ടൻ, ഇന്ദ്രേട്ടൻ, പൃഥ്വി, അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ അർച്ചനനെ കണ്ടു. അർച്ചന ഞാൻ നീലത്താമര കഴിഞ്ഞിട്ട് കുറേ നാളിന് ശേഷമാണ് കണ്ടത്. കൊച്ചിൻ, ട്രിവാൻഡ്രം അല്ല, ബാംഗ്ലൂർ അല്ല, അവള് എനിക്കൊന്ന് ഡൽഹി, കൊച്ചിൻ അങ്ങനെ ഷട്ടിൽ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആളാണ്. അപ്പൊ അവളെ കുറേ നാളിന് ശേഷം അപ്പൊ കണ്ടു. പിന്നെ ഗോപികയായിട്ട് ഞാൻ എപ്പോഴും കണക്ഷൻ. ഞാൻ ഇന്ന് അമ്മുനെ ഇന്റർവ്യൂ, ഗോപിക എവിടെയാണോ, ഞാൻ എത്രയോ, അവള് ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ്. സോ അവളും വിളിക്കും, അവളായിട്ടും സംസാരിക്കും. അങ്ങനെ മീര ഞാനും നല്ല ക്ലോസ് ആണ്. അപ്പൊ അവളിപ്പോ ദുബായിലാണ്. കാണല് വളരെ റെയർ ആണ്, പക്ഷെ വി കീപ് ഇൻ ടച്ച്. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓൾഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ട്. പേരെന്താന്ന് പറയോ? പേരൊന്നുമില്ല. ഏതൊക്കെ കുട്ടിക്ക് ഇഷ്ടമായ ഫുഡ്? കൊഞ്ച് ഭയങ്കര ഇഷ്ടമായി, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇനി ഇങ്ങനെ തിന്ന് അവസാനം എന്തെങ്കിലും പറഞ്ഞാൽ ഈ നേരത്തെ ഭക്ഷണം കഴിച്ചാൽ അവർ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. എന്നിട്ട് 8 മണിയും പാതി കഴിക്കും. അതാണ്, അങ്ങനെ ഒന്ന് കഴിച്ചു തുടങ്ങിയുണ്ടല്ലോ, പിന്നെ അങ്ങനെ പറ്റില്ല. ഞങ്ങളൊക്കെ നേരത്തെ ഡിന്നർ കഴിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അമേരിക്കൻ ലൈഫ് കണ്ടിട്ടുണ്ട്. എൻ്റെ അനീതി സോനിയ, ഷീസ് ഇൻ ഡാലസ്. ആ ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് വെൻ യു സീ ഇന്ത്യയിലത്തെ ആൾക്കാർ എപ്പോഴും തോന്നുന്നു മൈ ഗോഡ്, ബിക്കോസ് ആർ യു മോർ കംഫർട്ടബിൾ ബിക്കോസ് ഓഫ് ക്ലീനർ എയർ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്താണ്? ലൈക്ക് ഇറ്റ്സ് മച്ച് കാമർ ദെയർ. അവിടെ കുറച്ചും കൂടെ കാമറാണ് ലൈഫ്. എവറി ഡേ ടു ഡേ തിങ്സ് പീപ്പിൾ ടേക്ക് ഇറ്റ് സ്ലോ. അങ്ങനെ അത് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, നമ്മളിവിടെ എല്ലാവരും ഒരുപാട് ഭക്ഷണം കഴിക്കില്ലേ. ലൈക്ക് നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് ആയിട്ട് നമ്മൾ ഒരാളുടെ വീട്ടിൽ പോയാലും നമ്മൾ എത്രയാ ഭക്ഷണം കഴിക്കുക, ലൈക്ക് എത്ര ഭക്ഷണം സെർവ് ചെയ്യുക. ലൈക്ക് അത് ഔട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി, നമുക്ക് സ്നേഹം കൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ കണ്ണൂർ കോഴിക്കോട് ഭാഗത്ത് പോയാൽ നമുക്കൊരു വീട്ടിലൊരു വിരുന്ന് ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ ടേബിൾ, എസ്പെഷ്യലി കണ്ണൂർ, ആക്ച്വലി ഈവൻ കാലിക്കറ്റ് ഫുള്ളാണ് ടേബിൾ. അപ്പം ആ ഒരു സംഭവമൊന്നും അവിടെ ഇല്ല. അവിടെ ഇറ്റ്സ് അപ് ടു അസ്. നമ്മൾ എന്താണോ ഒരാൾക്ക് ഇഷ്ടം അത് നമ്മൾ സെർവ് ചെയ്യാം. അങ്ങനെ. പക്ഷെ ഞാൻ അങ്ങനെ അല്ല കേട്ടോ, നമുക്ക് കണ്ണൂർ പുറത്തേക്കില്ലേ വേണ്ട. എക്സാക്ട്ലി ഞാൻ അങ്ങനെയാണ്. ഞാൻ ടിപ്പിക്കൽ കണ്ണൂർക്കാരി, മലബാറുകാരി ആണ് വിരുന്നിന്റെ കാര്യത്തിൽ വരുമ്പോൾ. എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾ വരുന്നവർ ഞാൻ ഈ പറഞ്ഞ പോലെ ടേബിൾ നിറയ്ക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ പറയാം, പൊതുവെ അവിടെ അങ്ങനെ ഒത്തിരി ഭക്ഷണം കഴിക്കില്ല. ലൈക്ക് നമ്മളിപ്പോൾ ഇവിടെ കഴിക്കുന്ന ക്വാണ്ടിറ്റി വെച്ച് അവിടെ കഴിക്കുന്ന ക്വാണ്ടിറ്റി മച്ച് ലെസ്സർ. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. അല്ല, അതെ. പക്ഷെ എത്ര സമയം എടുക്കും? ഇപ്പൊ ഒരു 4-5 ആൾ വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ എത്ര സമയം വരും? എനിക്ക് പ്രീവിയസ് ഡേ അറിഞ്ഞാൽ ഇറ്റ്സ് much better. If I get one day ahead. അറിയില്ലേ? അവിടെ അറിയിക്കും. അവിടെ ആരും പെട്ടെന്ന് കയറി വരില്ല. അങ്ങനെ വരില്ല. അങ്ങനെ വന്നാൽ ഞാൻ പാനിക് ആവും. അങ്ങനെ യൂഷ്വലി ആരും വരില്ല. പക്ഷെ എനിക്കൊരു 1 day ahead പ്ലാൻ ചെയ്യാൻ കിട്ടിയാൽ ഞാൻ എൻ്റെ തൃപ്തി അനുസരിച്ച് ഞാൻ ഉണ്ടാക്കും. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഓൾസോ ഐ ക്യാൻ ഡു. പക്ഷെ അപ്പൊ എനിക്കൊരു ഫുൾ തൃപ്തി അങ്ങോട്ട് വരൂല. എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. കുക്ക് ചെയ്യുമ്പോഴേ ഭയങ്കര ഓർഗനൈസ്ഡ് ആണോ അതോ എല്ലാം കഴിഞ്ഞ അവസാനമാണോ ക്ലീൻ ചെയ്യാൻ? അല്ല, ഓർഗനൈസ്ഡ് ആണ് ഞാൻ. പക്ഷെ ഇങ്ങനെ മുറിച്ച് വെക്കുക അങ്ങനെയൊന്നുമില്ല. ഐ ഡു ഇറ്റ് വെരി ഫാസ്റ്റ്. പക്ഷെ എനിക്ക് കിച്ചൺ ക്ലീൻ ആയിട്ട് ഇരിക്കണം. ലൈക്ക് ഞാൻ ചെയ്യുന്നതിനെ ക്ലീൻ ചെയ്ത് പോകുന്ന കൈൻഡ് പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര മെസ്സാക്കി ഇടുന്ന എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാനിങ്ങനെ ചെയ്തു പോകുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഒരു മൂഡും ഇല്ലെങ്കിൽ ഒരു ഭക്ഷണം ഇന്ന് ഉണ്ടാക്കണല്ലോ വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ തൃശ്ശൂരൊക്കെ അങ്ങനെ ആരും ഇല്ലാച്ചാൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് മുളകുഷ്യം. ഇന്ന് ആരും ഇല്ലേ കുട്ടിയെ മുളകുഷ്യം ഉണ്ടാക്കിയ പിന്നെ ഞാനില്ലേ, ഞാൻ എന്താ ഫർണിച്ചറാണോ ചോദിക്കാൻ മൂടില്ല. പക്ഷെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ഗോ ടു ഡിഷ് ഉണ്ടോ? ഇന്ന് ആരും ഇല്ല, അല്ലെങ്കിൽ ഉണ്ട്, ഇന്ന് ഒരു മൂടില്ലാത്തപ്പോഴൊക്കെ ഒരു കിച്ചടിയോ അങ്ങനെ എന്തെങ്കിലും പക്ഷെ അതിന്റെ ഒക്കെ കൂടെ ഒരു നോൺ വെജ് വേണം. അതെന്റെ വീട്ടിൽ എല്ലാവർക്കും വേണം. അപ്പൊ ഒരു കിച്ചടി ആണെങ്കിലും അതിന്റെ കൂടെ ഒരു മീൻ വറുത്തതോ ചിക്കൻ പൊരിച്ചതോ വേണം, എന്നാലേ ഇറങ്ങുള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെയാണ്. മടിയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. ചില സെറ്റുകളിൽ പോകുമ്പോഴേ, രാവുച്ചേന്റെ സെറ്റ് പറഞ്ഞ പറയാ, ചില സ്ഥലങ്ങളിൽ പോയിട്ട് ചില ഭക്ഷണം ഇനിയും കഴിക്കണം തോന്നിയിട്ടുണ്ടോ? ആംസ്റ്റർഡാമിലൊക്കെ പോയിട്ട് അവിടുത്തെ ക്രോസോൺസും അവിടുത്തെ ഹോട്ട് ചോക്ലേറ്റും അതൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ലൈക്ക് ഇനി ഒരിക്കലും കൂടെ പോണം, ഒരിക്കലും കൂടെ കഴിക്കണം. വെഡിങ് ആനിവേഴ്സറിക്കാണോ അവിടെ പോയത്?
I saw you. Yes, that was not Amsterdam actually. അത് എവിടെയായിരുന്നു? അത് മിലാനിലാണെന്ന് തോന്നുന്നു. 10th anniversary. Yes. താങ്കളുടെ ഇൻസ്റ്റയിൽ us എന്ന് പറഞ്ഞുകൊണ്ട് 10 years of us. See, I stalk you. Yeah, that's right. Not bad. I'm impressed. അതൊക്കെ ഓർത്തിരിക്കും. ഞാൻ അതൊക്കെ മറന്നിരിക്കുകയായിരുന്നു. Okay. നല്ല ഫോട്ടോ ആയിരുന്നു. And you know what? I like your styling. ഞാൻ ഇപ്പോൾ ഇരുത്തി ഞാൻ എന്താ പറയുക തന്നെ പൊക്കല്ല, പക്ഷെ ദ വേ യു ക്യാരി യുവർ സെൽഫ് ഇൻ ടേംസ് ഓഫ് ഫോട്ടോഗ്രാഫ്സ് ഇൻ ഇൻസ്റ്റ, യുവർ ഡ്രസ്സിങ്, ഈവൻ ചിലപ്പോൾ സാരി എടുത്തിട്ടാണെങ്കിലും ഇറ്റ്സ് വെരി നൈസ്. അപ്പോൾ അതെങ്ങനെയാണ് വേഡിയോ ഈ പെട്ടെന്നൊരു സാരി തൊട്ട് മിലാനിൽ പോയി ബൂട്ട്സ് ഇട്ട് നിൽക്കുന്ന ഒരു ഡ്രസ്സ് ഇട്ട് നിൽക്കുമ്പോഴല്ലോ യു കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ഫ്രം എ മലയാളി ടു എ ഗ്ലോബൽ കുട്ടി. അതെങ്ങനെ മാറുന്നു? ഞാൻ യൂഷ്വലി ഡ്രസ്സ് ചെയ്യാൻ എൻ്റെ ഒരു കംഫർട്ടിന് അനുസരിച്ചിട്ടാണ്. ആൻഡ് ഞാൻ ഭയങ്കര ഫാഷന് പുറകെ പോകുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ പോയി ഒരു സാധനം കണ്ട് എനിക്ക് ചേരും എന്ന് തോന്നുകയാണെങ്കിലേ ഞാനത് വാങ്ങിക്കുള്ളൂ. പിന്നെ യൂഷ്വലി എനിക്ക് തോന്നുന്നു എൻ്റെ സിസ്റ്റർ എൻ്റെ അവള് ഭയങ്കര സ്റ്റൈൽ ഫാഷനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഒരു സ്റ്റൈലിസ്റ്റ് കം അഡ്വൈസർ ഫാഷൻ്റെ കാര്യത്തിൽ അവളാണ്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ അല്ലെങ്കിൽ ഞാൻ വാങ്ങാൻ പോയാൽ ഐ ഓൾവേസ് കൺസൾട്ട് വിത്ത് ഹർ. ഇതെങ്ങനെ ഉണ്ട്, ഇതിന്റെ കൂടെ ചേരുവോ, അങ്ങനെ. ഓഡിയോ എഞ്ചിനീയറിംഗ് അല്ലേ ചെയ്തിരുന്നത്? ആയിരുന്നു. നൗ ഷീസ് ഇൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫീൽഡ്. ഷീസ് വർക്കിംഗ് ഇൻ ലണ്ടൻ. ഓ നൈസ്. അവൾ MBA ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അമ്മയുടെ അടുത്ത് ആരും ഇല്ല മക്കള്? ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഫേസ് ടൈമിൽ ഫുൾ ടൈം കൂടെ ഉണ്ട്. സോ വി ആർ ദേർ ആൻഡ് ദേ ഓൾസോ ട്രാവൽ. അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഡാൻസ് ചെയ്ത ആളാ താങ്കൾ ഇല്ലേ? അത് മിസ് ചെയ്യാറുണ്ടോ US-ൽ? ഇല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു ടച്ചേ വിട്ടുപോയി. ഇപ്പൊ എനിക്ക് ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ഞാൻ എത്രയോ വർഷം പഠിച്ചിട്ടുള്ള ആളാണ്, പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഇടയ്ക്ക് റിമ വന്നിരുന്നല്ലോ US ഒരു ഷോയിൽ വന്നപ്പോൾ ഐ വാസ് ടെല്ലിങ് ലൈക്ക് അവര് ഇപ്പൊ പ്രാക്ടീസ് ഒക്കെ ചെയ്ത സ്റ്റേജിൽ അങ്ങനെ ഞാനും ചെയ്തിരുന്ന ഒരു സമയത്ത് എനിക്ക് ഇപ്പൊ ആലോചിക്കാൻ പറ്റണില്ല ലൈക്ക് ടു പെർഫോം ഓൺ സ്റ്റേജ്, ഒരു ഫുൾ എന്താ പറയുക ഒരു ഷോ ഒക്കെ ചെയ്യാൻ ആ ടച്ച് വിട്ടുപോയിട്ട്. അതൊന്നും ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് എനിക്കതൊരു വേറൊരു ലൈഫ് ടൈമിൽ നടന്ന കാര്യമായിട്ടാണ് തോന്നുന്നത്. ബിക്കോസ് അത്രയും നാൾ ചെയ്യാതിരുന്നു. അപ്പം അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞൂടൂ ഞാൻ എങ്ങനെയാണ് അപ്പോൾ ചെയ്തത്. പക്ഷെ ഐ റിയലി ലവ് ഡാൻസിങ്, ഐ ലവ് ഭരതനാട്യം ആൻഡ് മോഹിനിയാട്ടം. പക്ഷെ ചെയ്യാതെ വന്നപ്പോ ഇപ്പൊ ആ ഒരു ടച്ച് വിട്ടുപോയി. അതൊക്കെ തിരിച്ചു വരുത്താം, അതൊന്നും കുഴപ്പമില്ല. സിനിമ ആ സമയത്തുള്ള സൗഹൃദങ്ങളില് ഒരു നല്ല ഉപദേശം കിട്ടിയിട്ടുണ്ടോ? നല്ലൊരു അഡ്വൈസ് വിച്ച് ആക്ച്വലി ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാൻ പറ്റിയിരുന്ന ഒരു ഉപദേശം എന്നുള്ളത്? സിനിമയിൽ ലാലേട്ടനാണ് അങ്ങനെ ഉപദേശമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാള്. നമ്മള് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഇറ്റ് വിൽ സ്റ്റേ ഇൻ പീപ്പിൾസ് മൈൻഡ്. സിനിമ നമ്മൾ വിട്ടാലും നമ്മൾ സിനിമയിൽ ഉള്ളപ്പോഴാണെങ്കിലും നമ്മളൊരാളോട് എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് ലൈക്ക് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് റസീനൊക്കെ തുടങ്ങിയ സമയത്ത് അത് മാറ്റർ ചെയ്യും. ലൈക്ക് ഒരാൾക്ക് ഒരാളുടെ അഭിനയം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് അയാൾ ആ ഒരു ആക്ടറിനെ അഭിനയിക്കാൻ വിളിക്കണമെങ്കിൽ ആ ആളെങ്ങനെ ഒരാളോട് പെരുമാറി എന്നുള്ളത് മാറ്റേഴ്സ്. സോ യു മൈറ്റ് നോട്ട് തിങ്ക് ലൈക്ക് നമ്മളെങ്ങനെ ചെയ്താലും മറ്റുള്ളവർക്ക് എന്താ എന്നുള്ളതല്ല. നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ മറ്റുള്ള ഒരാളെ വിത്ത് റെസ്പെക്റ്റ് ട്രീറ്റ് ചെയ്യുക, നമ്മൾ അവർക്കുള്ള അവരോട് സംസാരിക്കുന്ന രീതി, എവറിത്തിങ് മാറ്റേഴ്സ്. നീ ഒരു സെലിബ്രിറ്റി ആവാൻ പോവാണ്, ഫ്രം ഹിയർ ഓൺ ഇതൊക്കെ മാറ്റർ ചെയ്യും. ഡോണ്ട് ടേക്ക് തിങ്സ് ഫോർ ഗ്രാന്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മുടെ ഈ പെരുമാറ്റം ഓക്കെ അത്. പക്ഷേ ഐ തിങ്ക് ഈ കുറച്ച് ഫെയിം വരുമ്പോൾ ഈ പെരുമാറ്റത്തിന്റെ മാനദണ്ഡങ്ങൾ മാറും. എനിക്കാവാം അങ്ങനെ എന്നുള്ളത് അല്ലേ? പക്ഷെ ഐ ഡോണ്ട് തിങ്ക് യു ഹാഡ് അങ്ങനത്തെ ഒരു, നിങ്ങൾക്കും അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ബിക്കോസ് യു ആർ ഓൾ ഇൻ എ വെരി ഹോംലി അറ്റ്മോസ്ഫിയറിലായിരുന്നു. പക്ഷെ ജീവിതത്തിലെ നമ്മുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ സമൃദ്ധ? എന്റെ പേഴ്സണൽ ലൈഫിൽ എന്റെ ക്യാരക്ടറിൽ വന്നിട്ടുള്ള ചേഞ്ചോ? ക്യാരക്ടറിൽ ഐ തിങ്ക് ഐ എം സ്റ്റിൽ ദ സെയിം പേഴ്സൺ. എന്നെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നുമായിരിക്കും ലൈക്ക് ഐ എം വെരി പാവം, എനിക്ക് അധികം വോയിസ് റേസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെ അല്ല ഞാൻ. എനിക്ക് എൻ്റെ സ്റ്റാൻഡ് എടുക്കാനും എനിക്ക് പറയേണ്ടടുത്ത് പറയാനും അറിയാവുന്ന ഒരാളാണ്. ഡേറ്റ് കണക്കാക്കട്ടെ, 31st October. അപ്പൊ അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 20 വയസ്സായ സമൃദ്ധയാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ ആ സമൃദ്ധയോട് താങ്കൾക്ക് എന്തായിരിക്കും, വാട്ട് വിൽ ബി ദ വൺ പ്രൗഡസ്റ്റ് മൊമെന്റ് യു ഹാവ് ടു ടെൽ ദാറ്റ് വേർഷൻ? 20 വയസ്സുള്ള സമൃദ്ധയോട് ആക്ച്വലി വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്, യെസ് സം തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. ലൈക്ക് ഞാൻ ചിന്തിക്കുന്ന രീതികൾ കുറെ മാറിയിട്ടുണ്ട്.
ഒരു കുറച്ചും കൂടി ഒരു വൈഡർ ആസ്പെക്ട് ഓഫ് ലൈഫ് ഉണ്ട് ഇപ്പം. ലോകം ഒന്നായിട്ട് ഇങ്ങനെ മാറി നിന്ന് കാണാനുള്ളൊരു ഇതുണ്ട്. പണ്ട് കുറച്ചും കൂടെ ഒരു ക്ലോസ്ഡ് വേൾഡിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. സോ ആ ഒരു പ്രായത്തിലൊക്കെ എനിക്ക് തോന്നുന്നു മേ ബി ബിക്കോസ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളപ്പോൾ നമ്മൾ ചുറ്റിലും ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെപ്പോഴും പാമ്പേർഡാണ്, നമ്മുടെ ലോകത്ത് നമ്മൾ വലിയ ആളാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു വിത്ത് എന്താണ്, നമ്മൾ ഈ വേൾഡ് ഇത്രയും വൈഡ് ആണെന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യുന്നത് അതൊന്ന് മാറി നിൽക്കുമ്പോഴാണ്. ആൻഡ് കുറേ കാര്യങ്ങൾ റിയാലിറ്റീസ് ഇൻ ലൈഫ് ഒക്കെ പഠിക്കുന്നത് അപ്പോഴാണ്. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ ആ ഒരു പ്രായത്തിൽ ഐ വാസ് വെരി ഇന്നസെൻറ്റ്. ആ ഏജിലും എനിക്ക് എൻ്റെ ഇന്നസെൻസ് കാരണം ഐ നെവർ ഫെൽ ഇൻ ടു എനി ട്രാപ്സ്. ഐ വാസ് വെരി വെരി സ്ട്രോങ് ഹെഡഡ്. I always stood for myself and I could speak for myself. അത് ഞാൻ അന്ന് ചെയ്തിരുന്നു. പുറത്തേക്ക് നമ്മൾ അറിഞ്ഞിരുന്നില്ല ബിക്കോസ് ഞാൻ അങ്ങനെ ഷോ ചെയ്യുന്ന ഒരാളും ആയിരുന്നില്ല. ഇറ്റ് വാസ് ദെയർ വിതിൻ മീ. പക്ഷെ അത് എനിക്ക് ദാറ്റ് ഇൻ മീ ഇസ് ദ സെയിം അപ്പോഴും ഇപ്പോഴും. സോ ഒരു ഇഷ്ടമില്ലാത്ത കോസ്റ്റ്യൂം നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ട് വൺസ്, മെനി ടൈംസ്. നോട്ട് ജസ്റ്റ് കോസ്റ്റ്യൂം, ഇറ്റ്സ് ലൈക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ എനിക്കത് പറയാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഐ ഓൾവേസ് ഒരു ഡിപ്ലോമാറ്റിക് വേയിലായിരിക്കും ചിലപ്പോൾ ഞാൻ പറയുന്നത്, പക്ഷേ ഐ സേ ഇറ്റ്. അല്ല, അതാവശ്യം. എപ്പോഴും എല്ലാവരും ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നോ മീൻസ് നോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. മനസ്സിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ചില ദിവസങ്ങൾ ഉണ്ടാവില്ല, ഒരു പാട്ട് രാവിലെ തൊട്ടേ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇന്ന് അങ്ങനത്തെ ഒരു പാട്ടുണ്ടോ മനസ്സിൽ? ഇന്ന് അറ്റ് ദ മൊമെന്റ് അങ്ങനെ ഒരു പാട്ടില്ല മനസ്സിൽ. പക്ഷെ ജോബ് കുര്യന്റെ ഒരു പാട്ടുണ്ടായിരുന്നില്ല, ആ പാട്ട് കഴിഞ്ഞ ഒരു കുറെ നാളുകളായിട്ട് അത് തന്നെയായിരുന്നു തലയിൽ. ഏത് പാട്ട്? ജോബ് വൈഫിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പാട്ട്. ഇതൊരു ക്ലീഷേ ചോദ്യം, എന്നിരുന്നാലും എപ്പോഴും തിരിച്ചുപോയി കാണാവുന്ന സ്വന്തം ഒരു ക്യാരക്ടർ ഏതായിരുന്നു റോൾ? എപ്പോഴും യു ലൈക്ക് ടു സീ ഇറ്റ്? അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല. ഞാൻ ആ സമയത്ത് എൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ അതിനുശേഷം ഒന്നും റീവിസിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അതൊരു ചമ്മലാണ് ഇപ്പം ഇരുന്നിട്ട് ഇങ്ങനെ കാണാൻ. പക്ഷെ മേ ബി അയാളും ഞാനും തമ്മിൽ ആസ് എ മൂവി എനിക്ക് അതൊന്നുകൂടെ കാണാൻ പറ്റും. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി കുറച്ചൊരു ദിസ് ഓർ ദാറ്റ് ചോദ്യം ചോദിച്ചോട്ടെ ഞാൻ. ഷോ. അമേരിക്കാനോ ആണോ അതോ കേരള കട്ടൻ കാപ്പിയാണോ? കട്ടൻ കാപ്പി. വിത്ത് ഷുഗർ വിത്തൗട്ട്? റെഡ് കാർപ്പറ്റ് ഫോർ അവാർഡ് അല്ലെങ്കിൽ ഒരു റെയിനി വാക്ക് ലോസ് ഏഞ്ചലസിൽ? റെയിനി വാക്ക് വിത്ത് അഖിൽ. ഓക്കെ. ആലപ്പി കമ്മിങ് ബാക്ക് ടു ബാക്ക് വാട്ടേഴ്സ് അല്ലെങ്കിൽ ന്യൂയോർക്ക് സ്കൈ ലൈൻ? ബാക്ക് വാട്ടേഴ്സ് എനി ഡേ. സ്ക്രിപ്റ്റഡ് ലൈൻസ് ആണോ അതോ സ്പോണ്ടേനിയസ് കോൺവെർസേഷൻസ് ആണോ? സ്പോണ്ടേനിയസ് കോൺവെർസേഷൻസ്. ഏറ്റവും ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ, അത് ജീവിതത്തിൽ എപ്പോഴും ആ ഒരു എക്സ്പ്രഷൻ കൊണ്ടെടുക്കുന്ന ഏതാ? സിനിമയിൽ വളരെയധികം പ്രോമിനൻ്റ് എന്ന ഒരു എക്സ്പ്രഷൻ ഇപ്പോഴും കുട്ടികളുടെ അടുത്തും ചമ്മൽ ആണ്. അത് ഒരു സ്ഥായിഭാവമാണ്. അറബിക്കഥ അല്ലെങ്കിൽ തിരക്കഥ? അറബിക്കഥ. ഓക്കെ. തെയ്യം അല്ലെങ്കിൽ താങ്ക്സ് ഗിവിംഗ് ഡിന്നർ? വാട്ട് എ കോൺട്രാസ്റ്റ്. ഓ മൈ ഗോഡ്, രണ്ടും രണ്ടാണ്. ഐ കനോട്ട് കമ്പയർ ബോത്ത്. വൺ ഈസ് യുവർ കറന്റ് ലൈഫ്, വൺ ഈസ് യുവർ എന്താ പറയാ so that I cannot choose. Okay, good. Instagram story ആണോ ഓൾഡ് സ്കൂൾ ലെറ്റേഴ്സ് ആണോ? I've never sent anybody letters, so I don't know about that. So Instagram story. Nice. ഒരു ആക്ടറായിട്ട് അറിയണോ അതോ ഇപ്പോൾ രുദ്ര അഗസ്ത്യകുമാരന്മാരുടെ അമ്മയായിട്ട് അറിയാനാണോ? അത് രണ്ടും കൂടെ അറിയാനാണ് ഇഷ്ടം. അടുത്തത് അഗൈൻ ബാക്ക് വാട്ടേഴ്സ് ഓഫ് ബ്രോഡ്വേ? I would say beaches. Okay, nice. അപ്പോൾ യു ആർ എ ബീച്ച് പേഴ്സൺ. സെറ്റിൽ ഹീൽസ് ഇട്ട് നടക്കുന്നോ അതോ ബെയർ ഫുട്ട് അറ്റ് ഹോം? ചെരുപ്പിടാതെ വീട്ടിൽ നടക്കണോ? Always without heels, barefoot. I'm 5'8". അപ്പൊ അത് കാരണം എനിക്ക് ഹീൽസ് ഒരു ഓപ്ഷനേ ആയിരുന്നില്ല. നെവർ, ഒരിക്കലും. സിനിമയിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഓൾവേസ് ഫ്ലാറ്റ്. വീട്ടിൽ ദേഷ്യം വന്ന മറ്റുള്ളവർക്ക് എങ്ങനെയാ അറിയാം? അമ്മയ്ക്കെന്ന് ശരിയല്ല ദിവസം? അത് പെട്ടെന്ന് അറിയും. കാരണം എൻ്റെ പേസ് കൂടും, എല്ലാത്തിനും സ്പീഡ് കൂടും. എല്ലാം ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിരിക്കും. ലെസ് ടോക്ക് ആൻഡ് ഫാസ്റ്റ് മൂവ്മെന്റ്സ്. അതാണ് എൻ്റെ. അല്ലാണ്ട് വേറെ അലർച്ചയൊന്നും ഇല്ല? ഇല്ല. അത് അലറുന്നത് ഞാൻ ഏറ്റെടുക്കണായിരുന്നു. ഞാനാണ് അലർന്ന ആള്. എവ്രിബഡി വിൽ നെയ്ബേഴ്സിന് കൂടി. എന്നിട്ട് എങ്ങനെ ഇതൊന്ന് അമിക്കബിൾ ആയിട്ട് മനസ്സിലാവും ഓക്കെ ഇത് ശരിയല്ലാത്ത ദിവസമാണ് എന്നും തന്നെ അതിൽ നിന്ന് പുറത്താക്കാൻ? അത് എല്ലാ മാസവും ഒരു സമയം ഉണ്ടല്ലോ നമുക്ക്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ഒരു ടൈമിൽ നമുക്ക് മൈൻഡ് പോവും. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് എല്ലാവർക്കും ഞാൻ പറയാതെ അറിയും. അതെ.
പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പെൺകുട്ടികൾ ഒന്നില്ലെങ്കിൽ പ്രീ മെനസ്റ്റർ അല്ലെങ്കിൽ മെനസ്റ്റർ അല്ലെങ്കിൽ പോസ്റ്റ് ഏത് സ്റ്റേജിലാണ് നല്ല സ്വഭാവമായിട്ട്. അതെ 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 അതെ. മലയാളം ക്ലാസിക്സ് ആണോ അതോ മോഡേൺ വെബ് സീരീസ് ആണോ കാണാൻ ഇഷ്ടം? ഇപ്പോൾ മലയാളം ക്ലാസിക്സ്. ഫാൻ മെയിൽ ആണോ അതോ ക്വയറ്റ് റെക്കഗ്നീഷൻ ആണോ ഇഷ്ടം? ബോത്ത്. റെഡ് ലിപ്സ്റ്റിക് ഓർ നോ മേക്കപ്പ് ഡേയ്സ്? നോ മേക്കപ്പ് ആയിരിക്കും. മെജോറിറ്റി ഓഫ് ദ ടൈം ഇറ്റ്സ് നോ മേക്കപ്പ് ഡേയ്സ്. അവിടെ ആകുമ്പോൾ ഐ ഹാർഡ്ലി യൂസ് എനി മേക്കപ്പ് ആൻഡ് ഐ ഹാർഡ്ലി ലൈക്ക് ഗോ ടു പ്ലേസസ് ലൈക്ക് നാട്ടിലുള്ള പോലെ. അതായത് നമ്മളൊരു ക്രൗഡിന്റെ ഇടയിലൊന്നും അങ്ങനെ പോകുന്നില്ല. സോ ഇറ്റ്സ് മെജോറിറ്റി ഓഫ് ദ ടൈം ഇറ്റ്സ് നോ മേക്കപ്പ്. ഇതെനിക്കറിയാം എന്തായിരിക്കും എന്നാലും ഞാൻ ചോദിക്കാൻ വേണ്ടി ചോദിക്കാം. മലയാളം സദ്യയാണോ അമേരിക്കൻ ബ്രഞ്ച് ആണോ? വെൽ when it comes to that, സദ്യ ഞാൻ എല്ലാ ഓണം വിഷു ഒക്കെ പരിപാടികൾക്കും ഉണ്ടാക്കി വെച്ച സദ്യ. യെസ്, ആരെങ്കിലും ഉണ്ടാക്കി തരുന്ന സദ്യ കഴിച്ചിട്ട് കുറേ നാളായി, ഒരുപാട് നാളായി. ബിക്കോസ് ആ ഫെസ്റ്റിവൽസിനൊക്കെ ഞങ്ങൾ യൂഷ്വലി അവിടെയാണ്. ഇപ്രാവശ്യം നാട്ടിൽ വരുന്നപ്പോൾ എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഫ്യൂ തിങ്സ് ഉണ്ടായിരുന്നു. അതിൽ മോസ്റ്റ് ഓഫ് ദം ലൈക്ക് ഫ്രൂട്ട്സ്, ചക്ക, മാങ്ങ, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഉണ്ടായിരുന്ന ഒരു സാധനം ലൈക്ക് പ്രോപ്പർ സദ്യ. അത് കഴിച്ചോ? ഇനിയിപ്പോ പോവാണല്ലോ നാട്ടിലേക്ക്. നാട്ടിൽ വരുമ്പോ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇപ്പൊ ചിലർ അമ്പലത്തിൽ പോകും, അങ്ങനെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ചെയ്തിരിക്കും എന്നുള്ളത് ഒരു ഹോളിഡേക്ക്. ഇല്ല, ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, അതാണ് മെയിൻ മോട്ടീവ് നാട്ടിൽ വരുമ്പോൾ. കാരണം കുട്ടികൾക്ക് ഗ്രാൻഡ് പാരൻസിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ യൂഷ്വലി ജൂൺ ജൂലൈ സമയത്താണ് ഞാൻ വരുന്നത്. അപ്പം മഴയുണ്ടാവും. ഇപ്പൊ നല്ല മഴയത്ത് നല്ല സ്നാക്സും ചായയൊക്കെ കഴിച്ച് അതെ അങ്ങനെ ഇരിക്കുക, ഫാമിലിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് ദ പ്രയോറിറ്റി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്താ വെച്ചാൽ നമ്മൾ 13 കൊല്ലമായി കണ്ടിട്ടാലും എനിക്ക് ഇന്നലെ കണ്ട മാതിരി തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത് അല്ലേ. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഐ വാസ് തിങ്കിങ്, ഞാനൊരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് എത്രയോ നാളായി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, പക്ഷെ ചേച്ചിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണ് ഞാൻ ഇന്ന് കോൺഫിഡൻസോടെ വന്നത്. നത്തിങ് ചേഞ്ച്ഡ്. താങ്ക് യു സോ മച്ച്. കുട്ടി എനിക്ക് തിരിച്ച് മറുപടി ഞാൻ വരുന്നുണ്ട് ഇന്ത്യയിലേക്ക്, ക്യാൻ വി മീറ്റ് എന്ന് പറഞ്ഞാൽ താങ്ക് യു സോ മച്ച്. കാരണം നമ്മൾ എന്നും സംസാരിച്ചിട്ടില്ല. ഒരു ഫേസ്ബുക്ക് ലൈക്കോ അല്ലെങ്കിൽ ഇടയ്ക്ക് പണ്ടിടയ്ക്ക് ഐ ഷുഡ് ടോക്ക് ടു യുവർ മോം ഇടയ്ക്ക് പണ്ട്. പക്ഷേ ദിസ് ഇസ് സച്ച് എ ലവ്ലി 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 ഈവനിങ്. ഞാൻ ഓൾവേസ് ടെൽ ആക്കി, കല്യാണത്തിന്റെ സമയത്ത് ഞാൻ എല്ലാവരെയും ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട്, കുട്ടിയുടെ കല്യാണമല്ലേ, എന്നെ കല്യാണത്തിന് വിളിച്ചാൽ മതി കേട്ടോ, എനിക്ക് റിസപ്ഷൻ അല്ല കാണണ്ട, എനിക്ക് കല്യാണം കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരാളാണ്. സോ ക്യൂട്ട്. ഞാൻ കണ്ണൂർക്ക് വരാം, എനിക്ക് ഈ മറ്റേ റിസപ്ഷൻ ഇഷ്ടമില്ല, കല്യാണം. റിമെമ്പർ ലാൽ ജോസ് സാർ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, വെരി ഫ്യൂ പീപ്പിൾ, ആൻഡ് മീര ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മീരെ കളിയാക്കി, വധുവിനെക്കാട്ടിലും അധികം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. ആൻഡ് ദെൻ കുറച്ച് മഴ ഉണ്ടായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു. കല്യാണത്തിന് എല്ലാരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് എല്ലാരും നനഞ്ഞിട്ടാ പോയേ. പക്ഷെ നല്ല ഒരു ബീച്ചിന്റെ സൈഡിൽ എല്ലാം ഓർമ്മയുണ്ട്. 13 കൊല്ലം, വലിയ അൽഷിമീസ് വന്നിട്ടില്ല കേട്ടോ. സോ സ്വീറ്റ് ഓഫ് യു. ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം ഇനി എന്തെങ്കിലും OTT വെബ് സീരീസിലോ നല്ല സിനിമകളിലോ കാണട്ടെ, അലോങ് വിത്ത് അമ്മയും അമ്മയുടെ എല്ലാ ഡ്യൂട്ടീസും. ആസ് എ എന്താ പറയുക, ഫാന്റാസ്റ്റിക് ഹ്യൂമൻ ബീയിങ്, യു ആർ ഇൻ എ വെരി ഹാപ്പി സ്പേസ് ആൻഡ് ഐ എം സോ പ്രൗഡ് അബൌട്ട് ഇറ്റ്. So happy. I'm so happy. Thank you so much for doing this. Thank you.